അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് എന്താണ് പി വി അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് കാതോർത്ത് നിൽക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, ഇന്ന് ഈ യോഗത്തിന്റെ പ്രത്യേകത ശ്രീ പി വി അൻവർ MLA, ഞങ്ങളുടെ സ്വന്തം നിലമ്പൂർ MLA, അദ്ദേഹം നയപ്രഖ്യാപനം നടത്തുക. ഞാൻ നിലമ്പൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ 8.5 വർഷമായി അദ്ദേഹം നിലമ്പൂരിന്റെ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളിൽ കൺകുളിർക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് നിലമ്പൂരിൽ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ അറിയാം, നിലമ്പൂരിന്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുക. അതിന് ശ്രീ പി വി അൻവർ MLA കൃത്യമായ ഇടപെടലുകൾ കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ അറിയാം, നിലമ്പൂരിന്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുക. അതിന് ശ്രീ പി വി അൻവർ MLA കൃത്യമായ ഇടപെടലുകൾ കാര്യങ്ങളുമുണ്ട്. മലയോര ഹൈവേ പകുതിയിൽ കൂടുതൽ ഭാഗം അതിന്റെ പണി തീർന്നിരിക്കുന്നു. അതുപോലെ ചാലിയാർ പുഴയ്ക്കും അതുപോലെ മറ്റ് പുഴകളുടെ എല്ലാം മുകളിലൂടെ പാലമുണ്ടാക്കി, നിരവധി പാലങ്ങളുണ്ടാക്കി ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ഇനിയൊരു അടുത്ത 10 വർഷം കൂടി ഞങ്ങൾക്ക് നിലമ്പൂരിന്റെ MLA ആയി കിട്ടേണ്ടതുണ്ട്. വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസന നായകനാണ് അദ്ദേഹം. നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഞാൻ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എടക്കര ബൈപ്പാസ് ഒരിക്കലും മനുഷ്യർ കരുതിയല്ല എടക്കര ഒരു ബൈപ്പാസ് ഉണ്ടാക്കുന്നു. നിലമ്പൂരിന്റെ വാഹന കുരുക്ക് എല്ലാം അഴിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ജോലി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ നമ്മൾക്കറിയാം, 60 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് നിലമ്പൂരിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഇന്നത്തെ മാതിരി കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പിതാവ് ആ വന്ന വണ്ടിക്ക് തന്നെ തിരികെ പോകുമായിരുന്നു. ആനയുടെ ശല്യം, കുരങ്ങിൻ്റെ ശല്യം, മയിലിൻ്റെ ശല്യം, അതേപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം, ഈ ശല്യങ്ങളെല്ലാമായി മനുഷ്യൻ പൊറുതിമുട്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ നിലമ്പൂരും കാട്ടാനയുടെ ചവിട്ടേറ്റ് മനുഷ്യർ മരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിരവധി ആൾക്കാർ മരിച്ചിരിക്കുന്നു. ആൾക്കാർ മരിക്കുമ്പോൾ ജനം പ്രതികരിക്കും. അവർ റോഡ് ഉപരോധിച്ച് കഴിയുമ്പോൾ പോലീസ് കേസെടുത്ത് ഇതൊരു കലാപരിപാടിയായിട്ട് അങ്ങനെ മാറിയിരിക്കുകയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകാതെ ഇനി മലയോര മേഖലയിൽ ജീവിക്കാനേ സാധ്യമല്ല. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് 68 നിയോജക മണ്ഡലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ഇതിന് ഒരു പിക്കറ്റിംഗ് നടത്തിക്കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. പ്രത്യേകമായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് പ്രത്യേകമായ നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യകതയിലേക്ക് വന്നിരിക്കുന്നു. 1975 കേന്ദ്ര നിയമം ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറയുമെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങൾ ഇതെല്ലാം 1975 കൊണ്ടുവന്ന നിയമങ്ങളാണ്. നമ്മുടെ MLA ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അൻവറിൻ്റെ നേതൃത്വത്തിൽ ഇതിനെല്ലാവരും പരിഹാരമുണ്ടാക്കി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ഒക്ടോബർ 6. രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള
കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ അധാർമികമായ കാർന്നു നിന്ന പൊളിറ്റിക്കൽ നെക്ലസ് നിയന്ത്രിക്കുന്ന ഈ അധാർമിക രാഷ്ട്രീയ കേരളത്തിൻ്റെ പൊതുജീവിതത്തെ സാരമായി ബാധിക്കുകയും നാടിന് കലവറയാകേണ്ട പോലീസ് സേനയെ ഒരു വിഭാഗം ക്രിമിനലുകളായി കള്ളക്കേസുകൾക്കും കള്ളക്കടത്തിനും നേതൃത്വം നൽകുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും വളഞ്ഞ വഴിയിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നതും ജനങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന കാഴ്ച നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്കിന്ന് കഴിയുന്നുള്ളൂ. ഈ അധ്വാനത്തിൻ്റെ ധിക്കാരവും ഈ അമിതാധ്വാനത്തിൻ്റെ ധിക്കാരവും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല എന്ന ഹുങ്കും അനസൂയം ഈ പ്രവൃത്തി